BJP ഭരിക്കുന്ന BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്ന കള്ളിക്കാട് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഗ്രൗണ്ടിലാണ് ഇന്ന് RSS പരിപാടി നിശ്ചയിച്ചിരുന്നത്. ആദ്യം RSSന് ഈ പരിപാടി നടത്താൻ അനുമതി നൽകിയിരുന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സാംഘിക് നടത്താനാണ് ഈ അനുമതി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് DYFI അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. കാരണം ഈ ഗ്രൗണ്ട് കായിക പരിശീലനത്തിനും കായിക മത്സരങ്ങൾക്കും മാത്രമേ അനുവദിക്കാവൂ എന്നുള്ള ഒരു തീരുമാനം നേരത്തെ ഭരണസമിതി എടുത്തിരുന്നു. അത് കാണിച്ചാണ് DYFI അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്തായാലും DYFIയുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ RSSന്റെ പരിപാടി നടത്താനുള്ള അനുമതി നിഷേധിച്ചു. എന്നാൽ അവസാന നിമിഷം പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നിഷേധിച്ചെങ്കിലും ഇവിടെ തന്നെ പരിപാടി നടത്തുമെന്നായിരുന്നു RSSന്റെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രൗണ്ട് പോലീസ് പൂട്ടിയെങ്കിലും ഇവിടെ തന്നെ പരിപാടി നടത്തും, അനുമതി ഇല്ലെങ്കിലും ഇവിടെ തന്നെ നടത്തും എന്നുള്ള നിലപാടിൽ RSS ഉറച്ചു നിന്നു. പിന്നാലെ വലിയ പോലീസ് വിന്യാസം ഇവിടെ നടത്തി. തിരുവനന്തപുരം റൂറലിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിലെയും പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് തമ്പടിച്ചു. അതോടുകൂടി അവസാന നിമിഷം RSS പ്രവർത്തകർ തങ്ങളുടെ ഈ ഗ്രൗണ്ടിൽ തന്നെ പരിപാടി നടത്തുന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി ഗ്രൗണ്ടിന്റെ മുന്നിലൂടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ഒടുവിൽ അവരുടെ ഈ ഗ്രൗണ്ടിൽ തന്നെ നടത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണുണ്ടായത്. അത്രത്തോളം പോലീസുകാരും ഉണ്ടായിരുന്നു. എന്തായാലും BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ RSSന്റെ പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്നു എന്നുള്ള ഒരു കൗതുകരമായ ഒരു വസ്തുതയും ഈ ഒരു സംഭവത്തോടു കൂടിയുണ്ട്. എന്തായാലും RSS പ്രവർത്തകർ BJP ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ തീരുമാനത്തിന് എതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ചുരുങ്ങിയ പഞ്ചായത്തുകൾ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ BJP ഭരിക്കുന്നത്. അവിടെയാണ് RSSന്റെ ഒരു പരിപാടി നടത്താൻ അനുമതി ലഭിക്കാത്തത് എന്നുള്ളതാണ് അവരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ തന്നെ പരിപാടി നടത്തും, ചിലപ്പോൾ സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. ഒടുവിൽ മറ്റൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായില്ല. ഈ റോഡിൽ കൂടി ഒരു സാംഘിക് നടത്തി ഒരു പ്രതിഷേധ ശക്തി പ്രകടനം കാണിച്ച് അവർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.